ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വിയേർഡ് റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമല്ല, നമ്മൾ വാക്കിംഗ് ഡെഡിന്റെ കുറെ സീരീസിന്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ വാക്കിംഗ് ഡെഡിന്റെ സ്പിൻ ഓഫ് സീരീസും ജസ്റ്റ് അതൊക്കെ എങ്ങനെയുണ്ടെന്നാണ് ഞാൻ ജസ്റ്റ് ഇവിടെ പറയുന്നത്. അതായത് കാണണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ എനിക്ക് കണ്ടിട്ട് തോന്നിയുള്ള എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമാണ്. ആദ്യമേ തന്നെ പറയേണ്ടത് വാക്കിംഗ് ഡെഡ് മെയിൻ വാക്കിംഗ് ഡെഡ് AMCയുടെ ഒറിജിനൽ വാക്കിംഗ് ഡെഡ് സീരീസ് ആണ്. അത്യാവശ്യം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഞാൻ കാണണം എന്ന് പറയും. കാര്യം കിട്ടുന്ന സീരീസ് ആണ്. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 7 സീസൺ മാരക എപ്പിസോഡ് സീരീസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഫിയർ ദ വാക്കിംഗ് ഡെഡ് എന്ന് പറഞ്ഞ സീരീസ്. സത്യം പറഞ്ഞാൽ വാക്കിംഗ് ഡെഡ് എന്ന് പറഞ്ഞ സീരീസ് ഞാൻ ഡൗൺലോഡ് ചെയ്തപ്പോൾ ഏറ്റവും ആദ്യമേ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഫിയർ ദ വാക്കിംഗ് ഡെഡ്. കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് രണ്ടും രണ്ടാന്നുള്ള കാര്യം. ഈ വാക്കിംഗ് ഡെഡിന്റെ ഒരു സീക്വൽ ആയിട്ടാണ് ഒരു ഈ ഒരു ഫിയർ ദ വാക്കിംഗ് ഡെഡ് എന്ന് പറഞ്ഞ സീരീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമേ കയറി കണ്ടത് ഫിയർ ദ വാക്കിംഗ് ഡെഡ് ആണ്. ആദ്യത്തെ 10 എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ദൈവമേ ഇതാണോ വാക്കിംഗ് ഡെഡ്. കാര്യം ഒത്തിരി പേരുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്കിംഗ് ഡെഡ് അതാണ് കിടിലനാണ്. ഫിയർ ദ വാക്കിംഗ് ഡെഡ് കണ്ടപ്പോൾ എനിക്ക് തികച്ചും മനസ്സുമെടുത്തു. ഈ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മടുപ്പിടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഞാൻ കണ്ടത് വേറെയായിരുന്നു. ശരിക്കുള്ള വാക്കിംഗ് ഡെഡ് ഇതാണ്. അവസാനം ഞാൻ ഈ ഒരു വാക്കിംഗ് ഡെഡ് ഡൗൺലോഡ് ചെയ്ത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഓർത്തു ചിലപ്പം ആദ്യം അത് കയറി കണ്ടുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടാത്തതെന്ന്. കാര്യം മോർഗനെയൊക്കെ അതിൻ്റെ അത് കാണിക്കുന്നത് ടോട്ടൽ വേറൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. ഒന്നുകൂടെ കാണാൻ ശ്രമിച്ചു. പക്ഷേ ഫിയർ ദ വാക്കിംഗ് ഡെഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫിയർ ആയിപ്പോയി. കാര്യം എനിക്ക് നല്ല ലാഗ് തോന്നി. കാര്യം ഈ വാക്കിംഗ് ഡെഡിന്റെ അകത്തുള്ള ആ ഒരു ഹീറോയ്ക്ക് ക്യാരക്ടേഴ്സ് സംഭവമൊന്നും ഇതിൻ്റെ അകത്തില്ല. കാര്യം ഇതിൻ്റെ തൊണ്ട് പക്ഷെ നമുക്ക് അത്രയ്ക്ക് അങ്ങ് അടുപ്പം തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ലാഗ് അടിച്ചായിരുന്നു. ഞാൻ ഇടയ്ക്കെന്ന് വെച്ച് നിർത്തി ഒരു സ്റ്റോപ്പ് അടിച്ച ഒരു സീരീസ് ആണ് ഫിയർ ദ വാക്കിംഗ് ഡെഡ് എന്ന് പറഞ്ഞ സീരീസ്. അതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടായിരിക്കും. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനത് സജസ്റ്റ് ചെയ്യത്തില്ല ഒരിക്കലും. പിന്നീടുള്ളൊരു സീരീസാണ് വാക്കിംഗ് ഡെഡ് ബിയോണ്ട് ദ വേൾഡ് എന്ന് പറഞ്ഞ സീരീസ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ആ ഒരു സീരീസ് ഭയങ്കര ലാഗായിരുന്നു തോന്നിയത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സീരീസാണ്. ഞാൻ ഇനി ഒരിക്കലും കാണത്തില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കാണണമെന്നേ പറയുള്ളൂ. കാര്യം ടൈം അത്രയും ചുമ്മാ പോകത്തേ ഉള്ളൂ. അതുപോലെ തന്നെ വേറൊരു ആന്തോളജി സീരീസ് വാക്കിംഗ് ഡെഡിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ടേൽസ് ഓഫ് വാക്കിംഗ് ഡെഡ് എന്ന് പറയുന്ന സീരീസ് ആണ്. ആ ഒരു സീരീസ് അവർ എന്നത്തിന് ഇറക്കിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അട്ടർ ഫ്ലോപ്പ് സീരീസ് ആണ്. ഒരു ആന്തോളജിയാണ്. എന്തിനോ വേണ്ടി ഇറക്കി. ടൈം കാണാൻ താല്പര്യമുള്ളവർ മാത്രം പോയി കാണുക. പിന്നെ ഇറക്കിയ അവസാനത്തെ രണ്ടെണ്ണം ഞാൻ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഡെഡ് സിറ്റിയും ഡെറൽഡിക്സിന്റെ ആ ഒരു സീരീസും രണ്ടും അത്യാവശ്യം നല്ല സീരീസ് ആണ്. പ്രത്യേകിച്ചും ഡെറൽഡിക്സിന്റെ ആ ഒരു സീരീസ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീരീസ് ആണ്. ഡെഡ് സിറ്റിയും നല്ലൊരു സീരീസ് ആണ്. ആകെ വാക്കിംഗ് ഡെഡ് ഫ്രാഞ്ചൈസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സീരീസ് എന്ന് പറയാൻ മെയിൻ വാക്കിംഗ് ഡെഡും അതുപോലെ തന്നെ ഡെറൽഡിക്സിനും ഡെഡ് സിറ്റിയാണ്. ബാക്കി ഇറങ്ങിയിട്ടുള്ള മൂന്നും എനിക്ക് അത്രയ്ക്ക് വലിയതായിട്ടും തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ദ വൺ ഹൂ ലീവ്സ് എന്ന് പറഞ്ഞ സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അത് എന്താണെങ്കിലും ഇതിന്റെ ഉൾപ്പെടുത്തുന്നില്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കണ്ടത്രയും കൊള്ളായിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് ഇത് റിവ്യൂ ആയിട്ട് എടുക്കണമെന്നൊന്നും ഓർത്തല്ല. ജസ്റ്റ് ഇതുപോലെ വാക്കിംഗ് ഡെഡിന്റെ ബാക്കിയുള്ള സീരീസും കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പോലെ പറയണമെന്ന് എനിക്ക് തോന്നി. അത്ര അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളൂ. കാണാൻ താല്പര്യമുള്ളതെല്ലാം പോയി കാണുക. അപ്പൊ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് തീർച്ചയായും ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.